सपने जाया अपने जाया मेरी जिंदगी है. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടിയാ? ഇല്ലേ, ഞാൻ ഞെട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞെട്ടാ റെഡി ആയിട്ടിരുന്നോ? കാഞ്ഞങ്ങാട് ഉറിക്സ് കാറ്ററിംഗിന്റെ ഒരു അടിപൊളി കാറ്ററിംഗ് ഇവന്റിലേക്കാട്ടോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ടൈം ആട്ടോ ഇത്രയും വലിയൊരു ഇവന്റിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കടൽ തീരത്ത് നിങ്ങൾ കല്യാണം കൂടിയിട്ടുണ്ടോ? അങ്ങനെ കൂടിയിട്ടില്ല എന്നാണെങ്കിൽ ഉറിക്സ് കാറ്ററിംഗിന്റെ ഒരു പ്രോഗ്രാമെങ്കിലും പങ്കെടുത്ത് നോക്കണം. അപ്പൊ ഇവിടെ കാറ്ററിംഗ് പിള്ളേരെല്ലാം കൂടി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഈ ലൈറ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എന്നെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ച് നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം ആട്ടാ. ഒരു കല്യാണ പരിപാടിക്ക് ഇത്രയും ചിരി പടർത്തിയ വേറൊരു സീനില്ല. പിന്നെ കുനാഫയും പാനിപൂരിയും ചിക്കൻ ലോലിപോപ്പും പ്രോൺസും ജ്യൂസും കേക്കും അങ്ങനെ 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 പറഞ്ഞാലൊടുങ്ങാത്ത കുറെ ഐറ്റംസ്. പോപ്കോണും കോട്ടൺ ക്യാൻഡി ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ ഞാൻ നേരെ കണ്ട സീൻ ഇതാട്ടാ. രാവിലെ വെള്ളം മുറുന്ന കാഴ്ചയല്ലേ ഇത്. അത് കഴിഞ്ഞ് എനിക്ക് ഈവനിങ് ലൈറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈറ്റ് ഇതായിരുന്നു കേട്ടോ. ബാൻഡ് മേളമൊക്കെ ആയിട്ട് ചെക്കൻ്റെ ടീം എത്തിക്കഴിഞ്ഞു. എന്നാ പിന്നെ അടുത്ത ചിന്ത ഫുഡ് കഴിക്കാന്നല്ലേ. എന്നാ പിന്നെ അങ്ങോട്ട് പോയി കളയാം. സർവീസിന്റെ കാര്യത്തിലും ഫുഡിന്റെ കാര്യത്തിലും ഉറിക്സ് കാറ്റേഴ്സ് അത് പക്കാട്ടാ. അപ്പൊ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക് ബഫറ്റ് ആട്ടോ. അപ്പങ്ങൾ തന്നെ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട്. പിന്നെ തലശ്ശേരി മട്ടൻ ബിരിയാണി, ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, അഫ്ഗാനിയൻ മലായ് കബാബ്, ഉപ്പിലിട്ട മാങ്ങ, ഇത് കൂടാതെ തന്നെ ചിക്കൻ കറിയും നമ്മൾ വരട്ടിയെടുത്ത ബീഫും. എന്റെ മോനെ ടേസ്റ്റ് അപാരം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് സർവീസ് ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ കഴിച്ചാല്? ഫിഷ് മാംഗോ കറി, മട്ടൻ ബിരിയാണി, ഫിഷ് മാംഗോ കറി. ഓക്കെ, എല്ലാവരുടെ അഭിപ്രായം അടിപൊളി എന്നായിരുന്നു കേട്ടോ. അപ്പൊ സ്റ്റേജ് ഡെക്കറേഷൻ ആയാലും പരിപാടി ആയാലും എല്ലാം ഒന്നിനൊന്നും ഉഷാറായിരുന്നു കേട്ടോ. ബാക്കി അപ്പം നാളെ